കാണണോ? കണ്ടേക്കാം. ജഗന്നാഥ് +7 അതൊരു അമ്പലമല്ലേ? അതങ്ങ് പുരിയിലല്ലേ? പൂരിയോ? ഇതാണോ? ഈ പിള്ളേരുടെ ഗ്ലൂ ഒക്കെ ഭയങ്കര പാടാണല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞു പരിപാടിക്കൊന്നും പോകണ്ടെന്ന്. ആരടി ജഗന്നാഥൻ? കൊറേ നേരായല്ലോ. സഫറോं की जिंदगी जो कभी नहीं खत्म हो जाती है. ജഗന്നാഥൻ, ജഗന്നാഥല്ല, ജഗന്നാഥൻ. റോക്കറ്റ് ടെലിഗ്രാം അല്ലേ? എനിക്ക് മനസ്സിലായി. ക്ലൂ താടാ പന്നി. ആടാ മോനെ, ആ ഒരു ലവിന്റെ ചിഹ്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ലവ് ലെറ്റർ അയക്കണ? ശകലകലാവല്ലഭൻ. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും. അതെ, എന്റെ ഗ്രൂപ്പിൽ ആരിപ്പൊ കാണാനില്ല. നിങ്ങള് വല്ല പണിയും കൊടുത്തിട്ടുണ്ട്, അതറിയാൻ ചോദിച്ചതാ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇതെന്താ ഇതില് ക്ലൂ ആയിരുന്നു? കൊറേ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു. ഇൻസ്റ്റയില് എന്റെ ആകാശന്റെ നമ്പർ കണ്ടിട്ട് തോന്നണു. ചേച്ചിയുടെ ക്ലൂ ഉണ്ടോ, ചേച്ചി ട്രഷർ ഹണ്ടിനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇനി നീ എങ്ങാനും A few moments later. നീയല്ലേ ഈ പരിപാടി തുടങ്ങിയേ? എനിക്ക് അപ്പോഴേ തോന്നി വണ്ടി അങ്ങടെ പോണെന്ന്. നിങ്ങളും ഫസ്റ്റ് ഒന്നുമല്ല. ഇവരുടെ ഫുൾ ക്ലൂ സോൾവ് ചെയ്തിട്ട് മണിക്കൂർ പോകുന്നേ. ഹായ് ഗായ്സ്. നിരാശ. എങ്ങനെ ശരിയാവാ? മാങ്ങയിലുണ്ടെന്ന് പറയുമ്പോ അപ്പൊ മായാണ് നമ്മൾ ഉദ്ദേശിക്കണേ. അത് കഴിഞ്ഞ് പിന്നെ ചെന്നൈയിലില്ലാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ശരിയാവാ? ഇപ്പൊ അതെങ്ങനെയാ? ആ ഒരു ഇത് ശരിയാവില്ല. കൊഞ്ചുമതി ഐകുഞ്ചനേഴുമത അയ്യാററ്റുമതി ചോട് രഞ്ജുമതി രണ്ടൊന്നു തത്വമതി മേവുന്നു നാദഹരി നാരായണായ നിധി. പ്രോഗ്രാമിന്റെ പേര് കൊച്ചാക്രി. നിങ്ങക്ക് ഇഷ്ടായോ? ഞാൻ സജസ്റ്റ് ചെയ്ത വെറൈറ്റി ആയ നെയിമാണ്. കൊച്ചാക്രി എന്ന് വെച്ചാ കൊറോണ ചതിച്ച് ക്രിസ്മസ്. കൊച്ചാക്രി. മാനിയ എങ്ങനെയാണ് പേര്? തക്കാരാക്ക സാക്കാസി എന്ന് വെച്ചാ ജാപ്പനീസിലെ ട്രഷർ ഹണ്ടേഴ്സ് തന്നെയാണ് അതിന്റെ അർത്ഥം. ആ കുപ്പിക്കുള്ളിലെ ഭൂതം അങ്ങോട്ട് എടുക്കും. മഹാമതേ അതിന് തൊട്ടു മുൻപത്തെ ക്ലൂവില് ഇന്ന ആളെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളെ ഇന്ന ആളാന്ന് മനസ്സിലാവേണ്ട ഒരു ക്ലൂ ഉണ്ടാവണം. ആളെ മനസ്സിലാക്കാൻ ചെറിയൊരു ക്ലൂ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു അടിപൊളിയാവും. നമ്മൾ എന്താ വെച്ചാൽ ഓളറിയാത്ത ആരും ആ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. പട്ടി ചലിക്കണ ഒച്ച അടക്കാക്കുരുവിന്റെ വലിപ്പമല്ല എന്തായാലും. നമ്മുടെ ക്ലാസ്സിൽ ഒരാൾക്കുണ്ടെന്ന്. പിന്നെ വേറെ അല്ലാണ്ട് NSS ഇല്ലണം. നമ്മുടെ NSS തന്നെ ഒരാൾക്കുണ്ട്. എന്തോ PUBG ബേസ്ഡ് ഒരു ചാനൽ. അതിലത്തെ 100ാമത്തെ സബ്സ്ക്രൈബർ ഞാനായിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തായിരുന്നു. പക്ഷെ അത് ആരാന്നൊരു പിടിയില്ല. അതോ പെൺകുട്ടിയാണ്. കുറെ പെൺകുട്ടിയോടെ ചാറ്റ് ചെയ്യണോണ്ട് ആരാന്നൊരു പിടിയില്ല. ഓപ്പ്. ക്ലൂ ഉണ്ടാക്കാൻ വല്ലൊരു ഐഡിയ പറഞ്ഞതാ? എന്തെങ്കിലും ഒരു ഐഡിയ. എനിക്കൊന്നും കത്തണില്ല. ഞാൻ ഉണ്ടാക്കിയത് എന്തേ കറക്റ്റ് അല്ലേ? AMMAL വരുന്നുണ്ട്. മിച്ചറ് പോലെയുള്ള സാധനം എന്താ ഉള്ളേ? അച്ചാറ് ശരിയല്ലേ? മിച്ചറിന്റെ ഐ വെച്ച് തുടങ്ങുന്ന പോലെയുള്ള വേറെ എന്തെങ്കിലും വേണം. ആ മിച്ചറിന്റെ M കളഞ്ഞിട്ട് ബാക്കിയുള്ള അക്ഷരങ്ങളില്ലേ, അതേപോലെ സെയിം വരുന്ന വേറൊരു വേർഡ് പറഞ്ഞു. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്. എടാ അമ്മ, നീ തൽക്കാലം നാളത്തേക്ക് ദിവസത്തേക്ക് വേണ്ടിട്ടാ ഇൻസ്റ്റാളായിട്ട് ഒന്ന് മാറ്റി. അത്യാവശ്യം എളുപ്പമാക്കുക. മറ്റേ ജമ്പളുടെ ലെറ്റേഴ്സൊക്കെ ഇടാൻ പറ്റിയത്. Sorry sir. Hey, Dada. Why? Business. Oh God.
പ്രോഗ്രാം വളരെ നന്നായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ ഭയങ്കര ക്യൂരിയോസ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ഭയങ്കര എഫക്റ്റാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുള്ളത്. അത് കുറേ മുന്നേ തന്നെ നമ്മൾ എന്താ സൂചനകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റ് എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ എന്താ പറയുക, ഞാൻ എന്തോ മോശമായിട്ടൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? നെഗറ്റീവ് വൈബിലൊന്നും എടുക്കേണ്ട, പറഞ്ഞത് നല്ലത് തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടതിനെയാണല്ലോ കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ഒരു വെറൈറ്റി പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങളുടെ, അത് ഇപ്രാവശ്യം നിങ്ങൾ ചെയ്തു. എനിവേ ഗുഡ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിൽ ആദ്യമായിട്ടാവും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. എന്തുട്ടാ ട്രഷർ ഹണ്ടൊക്കെ ഞങ്ങൾ സീനിയേഴ്സ് പോലും ചെയ്തിട്ടില്ല. സെന്റ് തോമസ് കോളേജൊക്കെ ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യം തന്നെ നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുക, ഒരു കൺഗ്രാറ്റുലേഷൻ പറയണം. ഇങ്ങനെ ഒരു പുതിയ ഒരെണ്ണം എത്രത്തോളം സക്സസ് ആവും എന്ന് അറിയാണ്ട് നിങ്ങൾ അത്രയ്ക്കും കഷ്ടപ്പെട്ട് ഇത്രയ്ക്കും സക്സസ് ആക്കി. പിന്നെ കിടിലോസ്കിയായിരുന്നു. ഞാൻ അമലിന്റെ ഐഡിയ എന്ന് മനസ്സിലായോടുകൂടി നേരെ അവന്റെ അടുത്തൊക്കെ പോയിട്ട് ഡാൻഡ് ഐഡിയ പറയുന്നൊക്കെ. എന്നിട്ട് അവ ഇപ്പോഴാണ് അത് സീൻ ചെയ്യണം. അപ്പൊ ചെയ്തിരുന്നു വെച്ചെങ്കിൽ വല്ല ഉപകാരം ഉണ്ടാവും.